60 minutes. രാജേഷ് പറഞ്ഞാൽ നിങ്ങളത് ആരെങ്കിലും കണക്കിൽ തുടങ്ങാം. ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ 4 വർഷം, രണ്ടാം പിണറായി സർക്കാർ 4 വർഷം ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അതിൻ്റെ പൂർത്തീകരിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വിശദമായി കോഴിക്കോട് പത്രസമ്മേളനം നടത്തിയ എല്ലാ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് പറയാനുള്ളത് പൊതുവികസനം സംബന്ധിച്ച ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്ന 9 വർഷങ്ങളാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ ഭാഗമാണ് ഞങ്ങളെങ്കിലും 1ഉം 2ഉം LDF സർക്കാരുകളുടെ പ്രവർത്തനമാണ് കേരളത്തിൽ ഈ വലിയ മാറ്റത്തിന് സഹായകരമായത്. അപ്പോൾ ആദ്യം പറയാനുള്ളത്, കേരളത്തിൽ വലിയ മാറ്റം, ഇപ്പം എല്ലാ കാര്യങ്ങളും എടുത്തു പറയുന്നില്ല, നിങ്ങൾക്കറിയാം. അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ റോഡുകളും പാലങ്ങളും അടിസ്ഥാന യാത്രാ സൗകര്യങ്ങളും, സ്കൂളുകൾ, ആശുപത്രികൾ, ഓഫീസ് കെട്ടിടങ്ങൾ, ഇതെല്ലാം പുതിയ ഒരു ശൈലി തന്നെ, വളരെ സൗകര്യമുള്ള പുതിയ കെട്ടിടങ്ങളും സൗകര്യങ്ങളെല്ലാം വന്നു. സ്കൂളുകളിലെ സ്മാർട്ട് ക്ലാസ് മുറിയായാലും ആശുപത്രിയിലെ ആധുനിക സൗകര്യങ്ങളായാലും എല്ലാം വന്നു. അതുമാത്രമല്ല, കേരളത്തിന്റെ നൂറുകണക്കിന് വർഷങ്ങൾ ഭാവിയിലേക്ക് പറ്റുന്ന ഏറ്റവും വലിയ നിക്ഷേപ പദ്ധതികൾ, അതിലേറ്റവും പ്രധാനം വിഴിഞ്ഞമാണ്. സാധ്യമാകില്ല എന്ന് പലരും വിചാരിച്ചിരുന്ന വിഴിഞ്ഞം റെക്കോർഡ് സമയത്തിനകം പൂർത്തീകരിച്ചു. ജീവനക്കാരെ സംബന്ധിച്ച് ശമ്പള പരിഷ്കരണം കോവിഡ് സമയത്ത് തന്നെ നടത്തി അത് നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോയത് സർക്കാരാണ്. ക്ഷേമ പെൻഷന്, ക്ഷേമ മേഖലയിലെ കാര്യങ്ങൾ ഇതെല്ലാം ചെയ്തു. ഇതിനെല്ലാം അടിസ്ഥാന കാര്യം, ഇത്രയും കാര്യങ്ങൾ നടക്കാനുള്ള അടിസ്ഥാന കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ തുടർച്ചയായിട്ട് രണ്ടാമത്തെ LDF സർക്കാർ ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് ഈ കണ്ടിന്യൂറ്റി കിട്ടിയത്. അപ്പോൾ തുടരും എന്നുള്ളത്, തുടർച്ച എന്നുള്ളത് കേരളത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതായി ഭവിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ 9 വർഷത്തെ അനുഭവം. അത് ഒന്നാം പിണറായി സർക്കാരിന്റെ ലാസ്റ്റ് സമയത്തായിരുന്നല്ലോ ഏറ്റവും കൂടുതൽ പുതിയ പ്രഖ്യാപനങ്ങൾ പലതും, പുതിയ പല പദ്ധതികളും നമ്മൾ നടപ്പിലാക്കാൻ തുടങ്ങി. തടസ്സങ്ങൾ ഉണ്ടായിരുന്നു അതിനു മുമ്പേറെ. നാഷണൽ ഹൈവേയുടെ വീതിയുടെ പ്രശ്നം, പൈപ്പ് ലൈനിന്റെ പ്രശ്നം, വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രായോഗികമായ ധാരാളം സാങ്കേതികമായ കാര്യങ്ങൾ, ഏതൊരു പുതിയ നയം വരുമ്പോഴും അത് നടപ്പിലാക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നടപ്പിലാക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും വന്നു. മൂലധന നിക്ഷേപത്തിന് കിഫ്ബി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സർക്കാരിന്റെ സംവിധാനം കൊണ്ടുവന്നു. ക്ഷേമ പെൻഷന് വേണ്ടി പെൻഷൻ കമ്പനി രൂപീകരിച്ചു. ഇതെല്ലാം ചെയ്ത് മുന്നോട്ട് വരുന്ന സമയത്താണ് നാച്ചുറൽ കലാമിറ്റീസ്, നമ്മുടെ പ്രകൃതി ദുരന്തങ്ങൾ, പ്രളയമുണ്ടായി, ഓഖിയുണ്ടായി, അതിന്റെ പ്രശ്നങ്ങൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. അതിനെ നേരിടേണ്ടി വന്നു. കോവിഡ് പോലെ ഉള്ള ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ലോകം മൊത്തം ബാധിച്ച ഒരു പ്രതിസന്ധി വന്നു. അതിനെല്ലാം നേരിട്ടിട്ടാണ് ആ സർക്കാർ ആ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയത്. അന്ന് പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പിലാക്കി കൂടുതൽ കാര്യങ്ങൾ ഫീൽഡിൽ എത്തിച്ചത് രണ്ടാം പിണറായി സർക്കാർ വന്നുകൊണ്ടാണ്, ഈ സർക്കാർ വന്നുകൊണ്ടാണ്. ഇപ്പൊ കേരളത്തിലെ ജനങ്ങളുടെ തീരുമാനം, LDF സർക്കാരിനെ രണ്ടാമതും തെരഞ്ഞെടുക്കാനുള്ള തീരുമാനം കേരളത്തിന്റെ ഭാവിക്ക്, കേരളത്തിന്റെ ജനങ്ങളുടെ ജീവിതത്തിന് വലിയ സൗകര്യം ഉണ്ടാക്കി എന്നുള്ള വസ്തുത പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തുടർച്ചയുടെ ഒരു പ്രശ്നം പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ശമ്പള പരിഷ്കരണം, ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന ഘട്ടത്തിൽ കമ്മീഷൻ പ്രഖ്യാപിച്ചു. 2021 ഏപ്രിൽ മുതലാണ് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി തുടങ്ങിയത്. 2021 ഏപ്രിൽ 3-ാം തീയതിയാണ് ഇലക്ഷൻ നടന്നത്. 21 മെയ് 20-നാണ് പുതിയ സർക്കാർ വന്നത്. ആ സർക്കാർ വന്നില്ലായിരുന്നുവെങ്കിൽ, UDF ആയിരുന്നു വരുന്നതെങ്കിൽ, ആ ശമ്പള പരിഷ്കരണം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ തന്നെ നടത്താതിരിക്കാൻ ആയിരിക്കും ശ്രമിക്കുക എന്നുള്ളത് ഞാൻ പറയുന്നത് ഒരു അത്ഭുതകരമായ കാര്യമല്ല. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ശമ്പള പരിഷ്കരണം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നടന്നില്ല. അതുകൊണ്ട് നടത്തുമായിരുന്നോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ക്ഷേമ പെൻഷന്റെ കാര്യത്തിലായാലും മറ്റ് നിർമ്മാണ കാര്യത്തിലും കിഫ്ബിയുടെ കാര്യത്തിലും എല്ലാം ഇത് തന്നെ സംഭവിച്ചേനെ. അപ്പൊ ജനങ്ങൾ ഏറ്റവും പ്രോപ്പറായ ഡിസിഷൻ, നന്നായി കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന LDF ആണെന്ന് മനസ്സിലാക്കിയതിന്റെ പ്രവർത്തനം വന്നു. അതിന്റെ തുടർച്ചയായി ധാരാളം കാര്യങ്ങൾ നടപ്പിലാക്കി. അത് നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു സാമ്പത്തിക അവസ്ഥ ഉണ്ടായിരുന്ന ഘട്ടമാണ് ഈ ഘട്ടം.
അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്കറിയാം. ആ സാമ്പത്തികാവസ്ഥ എന്ന് പറഞ്ഞാൽ മുൻപുള്ളതിനേക്കാളും വലിയ തോതിൽ സംസ്ഥാനത്തിന് കിട്ടുന്ന പണം വെട്ടിക്കുറച്ചു. ഇത് ആദ്യം ഞാൻ പറയുമ്പോൾ ഇതിങ്ങനെ പറയുന്നത് ശരിയാണോ, വല്ലാത്ത ആശങ്ക ഉണ്ടാക്കില്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായ ചില കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒരൊറ്റ കാര്യം പോലും നമ്മൾ കണക്കില്ലാതെ സ്റ്റേറ്റ്മെന്റ് ഇല്ലാതെ പറഞ്ഞിട്ടില്ല. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കുണ്ടായത്, നമുക്ക് GST ഈ കഴിഞ്ഞ 1956 മുതൽ കേരളത്തിലെ ഐക്യ കേരളം ഉണ്ടായത് 56-ലാണ്. 56 മുതൽ ഇന്ന് വരെയുള്ള ഗവൺമെന്റുകളിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക രംഗത്ത് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയും വെട്ടിക്കുറവ് നേരിടുകയും ചെയ്ത സർക്കാർ ഈ സർക്കാരാണ്. അത് വേറൊന്നും കൊണ്ടല്ല പറയുന്നത്. കാരണം ഈ ഘട്ടത്തിലാണ് അന്ന് വരെ ഉണ്ടായിരുന്ന ഈ സെയിൽ ടാക്സ് സമ്പ്രദായം, വാറ്റ് ടാക്സ് സമ്പ്രദായം ഇല്ലാതായത് ആദ്യമായിട്ടാണ്. 2017-ലാണ് അത് നടപ്പാക്കാൻ തുടങ്ങിയത്. 17 നടപ്പാക്കുമ്പോൾ നമുക്ക് അന്ന് വരെ ഉണ്ടായിരുന്ന സെയിൽ ടാക്സ് എല്ലാം പോയി പെട്രോള്, ഡീസല്, മദ്യം ഇതൊഴിച്ച് ബാക്കി എല്ലാ ടാക്സും GST ആയി. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഒരു കാര്യം പറഞ്ഞു, 2017 മുതൽ 5 വർഷക്കാലത്തേക്ക് നമുക്ക് വാറ്റും സെയിൽ ടാക്സും ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന ആ ഗ്രോത്ത് തന്നെ തരാം. 14% പെർ ഇയർ ഗ്രോത്ത്. അങ്ങനെ 12,000 രൂപ വെച്ച് ഒരു വർഷം നമുക്ക് കോമ്പൻസേഷൻ കിട്ടി. അന്നേ LDF പറഞ്ഞിരുന്നു ഇത് അപകടകരമാണ്, CPM-ന്റെ നയം പറഞ്ഞിരുന്നതാണ് GSTയെ സംബന്ധിച്ച്. പക്ഷെ 5 വർഷം കഴിഞ്ഞ് ഇത് നിർത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞു ഇത് തുടരേണ്ടതാണ്. 3 or 4 GST കൗൺസിൽ യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ടയായി ഞങ്ങൾ ഈ കാര്യം ഉന്നയിച്ചു. മറ്റ് സ്റ്റേറ്റുകൾ ഉന്നയിച്ചു. അത് തുടർന്നില്ല. അപ്പോൾ 12,000 കോടിയാണ് കിട്ടിക്കൊണ്ടിരുന്നത്, അത് പോയി. പിന്നെ നമ്മുടെ സംസ്ഥാനത്തിന് തരുന്ന നികുതി വിഹിതത്തിൽ ഒരു ഘട്ടത്തിൽ 3.8% ഇന്ത്യയിൽ ആകെ കൊടുക്കുന്നതിന്റെ 3.8% തന്നെങ്കിൽ അത് നേരെ 1.92% ആക്കി. അത്രയും പണം പോയി. ഇതുപോലെ മറ്റ് ഗ്രാന്റുകൾ കുറഞ്ഞു. 33,000 കോടി രൂപയായിരുന്നു 2021 ഞാൻ ധനകാര്യമന്ത്രിയായി ചുമതല ഏറ്റെടുക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിന് ഗ്രാന്റ് ഈ പറഞ്ഞ കോമ്പൻസേഷൻ തുടങ്ങി അനത്തി കിട്ടിക്കൊണ്ടിരുന്നത് 33,000 കോടി. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമുക്ക് കിട്ടിയത് 6,000 കോടിയാണ്. 27,000 കോടി അത് മാത്രം കുറഞ്ഞു. ഇത് കണക്കുകൾ ഞാൻ പറയുന്നതാണ്, അല്ലാതെ വെറുതെ ഒരു എവിടുന്ന് ഒരു അസംഷൻ അല്ല. ഇതുപോലെ തന്നെ മറ്റ് തുകകളും കുറഞ്ഞു. ഇതിനൊപ്പം കിഫ്ബിയും മറ്റും എടുത്തതിന്റെ പണം വെട്ടിക്കുറച്ച്. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 57,000 കോടി രൂപ ഒരു വർഷം കുറവ് വന്ന അവസ്ഥ വന്നു. ഈ ഒരു സ്ഥിതിയിൽ എങ്ങനെ ഗവൺമെന്റ് മുന്നോട്ട് പോകും, സാമ്പത്തിക ബുദ്ധിമുട്ട് വരില്ലേ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആശങ്ക ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വരുമാന മാർഗങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തി. അവിടെ ഒരു കാര്യം ഞാൻ പറയാം, ടാക്സ് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റില്ല. ആകെ പെട്രോളിന്റെ ഡീസലിന്റെ 1 രൂപ സെസ് മേടിച്ചെന്നുള്ള ഒരു പ്രശ്നം ഒഴിച്ചാൽ ബാക്കി ഒരു കാര്യം വർദ്ധിപ്പിക്കാൻ പറ്റില്ല. മദ്യത്തിന്റെ വില കൂട്ടിയിട്ടില്ല, പെട്രോളിന്റെ വില കൂട്ടിയിട്ടില്ല. കർണാടകം, തമിഴ്നാടൊക്കെ ഇതിനിടയ്ക്ക് 2-3 പ്രാവശ്യം കൂട്ടി. നമ്മളും കർണാടകമായിട്ടുള്ള വ്യത്യാസമൊക്കെ വളരെ കുറവാണിപ്പോൾ. അപ്പോൾ അങ്ങനെ നികുതിയൊന്നും വർദ്ധിപ്പിക്കാൻ പറ്റാതെ ഇരിക്കുമ്പോൾ തന്നെ നികുതി ഭരണം മെച്ചപ്പെടുത്തിയിട്ടാണ് 47,000 കോടി തനത് നികുതി വരുമാനം, 7,000 കോടി നോൺ ടാക്സ് റവന്യൂ, ഇത് രണ്ടുകൂടെ 54,000 കോടി ഉണ്ടായിരുന്നത് നമ്മളിപ്പോൾ ഈ വർഷം 95,000 കോടിയോളം വരും. AGയുടെ പ്രാഥമിക കണക്കനുസരിച്ച്. അടുത്ത വർഷം ഇത് ആദ്യമായിട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 1 ട്രില്യൺ മാർക്ക് ടാക്സിന്റെ ഇൻകത്തിന്റെ തനത് വരുമാനത്തിന്റെ കാര്യത്തിൽ നമ്മൾ മറികടക്കും. അത്രയും ഡബിളായി. അപ്പോൾ 1 ട്രില്യൺ എന്ന വരുമാനം നമ്മുടെ സംസ്ഥാനത്തിന്റെ നികുതിയേതര വരുമാനം 1,00,000 കോടിയിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് ആഗ്രഹത്തൊന്നു. മറുവശത്ത് എക്സ്പെൻഡിച്ചറിന്റെ കാര്യത്തിൽ ഈ വലിയ വെട്ടിക്കുറവുണ്ടായല്ലോ. ഈ വലിയ വെട്ടിക്കുറവുണ്ടായപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ പറഞ്ഞ 50,000 കോടി വെച്ച് കുറഞ്ഞു എന്നുള്ളതിന്റെ കണക്കുകൾ വെച്ചിട്ടാണ് പറയുന്നത്. 57,000 കോടിയാണ് എക്സാക്ട്ലി. 50,000 കോടി അധികം ഒരു വർഷം കുറയാന്ന് വെച്ചാൽ 2-2.5 ലക്ഷം കോടി രൂപ 5 വർഷം കൊണ്ട് കുറയും. അവിടെ എക്സ്പെൻഡിച്ചർ സ്വാഭാവികമായിട്ട് വരുമാനം വർദ്ധിക്കുന്നില്ല, എല്ലാം വെട്ടിക്കുറയ്ക്കുകയാണ്. അങ്ങനെ വരുമ്പം എക്സ്പെൻഡിച്ചർ കുറയും. നമുക്ക് ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് ഒരു വർഷം ശരാശരി 1,15,000 കോടിയാണ് നമ്മൾ ചെലവാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിപ്പോ ഈ ഘട്ടം വന്നപ്പോൾ ഇതുവരെ 1,65,000 കോടി എന്ന നിലയിലേക്ക് ആവറേജ് ഗ്രോത്തിലേക്ക് നമുക്ക് വരാൻ പറ്റി. ശരിക്കും ഇടിഞ്ഞു പോകേണ്ടതാണ്. 1,65,000 കോടിയിലേക്ക് വന്നു. കഴിഞ്ഞ അസംബ്ലിയിൽ UDF നേതാക്കന്മാർ പറഞ്ഞു നമ്മൾ ഈ 2 ലക്ഷം കോടിയിലേക്ക് എക്സ്പെൻഡിച്ചർ പോകുമെന്നൊക്കെ പറയുന്നത്, ബഡ്ജറ്റിന്റെ സൈസ് 2 ട്രില്യൺ ആവുമെന്ന് പറയുന്നതൊക്കെ വെറും മാനിഫെസ്റ്റോ ആണ്, നടക്കില്ലെന്നാണ് പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ ഞാനെന്ന് അസംബ്ലി പറഞ്ഞു ഞങ്ങൾ ഈ വർഷം 1,78,000 1,75,000 കോടിയാവും. പ്രാഥമിക കണക്ക് AGയുടെ വന്നപ്പോൾ 1,72,000 കോടി ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 1,60,000 കോടി ആണ് 3 വർഷം നമുക്ക് ചെലവാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 1,72,000 കോടി ആയി. അടുത്ത വർഷം അത് 2 ലക്ഷം കോടിയിലേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ
ശരാശരി ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 1,65,000 കോടി നമ്മൾ ചെലവാക്കി. 1,15,000 ഉള്ളായിരുന്നു ഒന്നാം പിണറായി സർക്കാർ. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് അത് 80,000 കോടിക്ക് അടുത്തായിരുന്നു. അപ്പോൾ ആ തരത്തിൽ നമുക്കിത്രയും പിടുത്തം ഉണ്ടായിട്ട് നമ്മൾ മുന്നോട്ട് വന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ലതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ റോഡ് ഇപ്പം നാഷണൽ ഹൈവേയുടെ 6,000 കോടിയോളം രൂപ കൊടുത്ത സംസ്ഥാനമാണ്. ടോൾ റോഡാണ് കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിക്കുന്നത്, NHAI ആണ് അത് ഉണ്ടാക്കുന്നത്. അവന് പോലും പണം നമ്മൾ കൊടുക്കേണ്ടി വന്നു. വിഴിഞ്ഞം തുറമുഖത്തിന് 1 രൂപ പോലും കേന്ദ്ര സർക്കാർ തന്നില്ല. ലോകത്തെ ഏറ്റവും വലിയ തുറമുഖം, അത് പ്രാക്ടിക്കലായി കാണിച്ചിട്ടാണ് ഈ സംസ്ഥാന സർക്കാർ നിൽക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ തുറമുഖം, ഏറ്റവും വലിയ 10-15 തുറമുഖങ്ങളിലൊന്ന്, ലോകത്ത് ഇതുവരെ ഉത്പാദിപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ കപ്പലെടുക്കാവുന്ന തുറമുഖം. ആ കപ്പൽ കഴിഞ്ഞ ദിവസം വന്നിരുന്നു, അത്തരം കപ്പലുകൾ. ആ തുറമുഖം സൃഷ്ടിക്കുന്ന 1 രൂപ പോലും കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാഞ്ഞിട്ട് പോലും അത്രയും വലിയ തുറമുഖം നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞു. അതിന്റെ ഫംഗ്ഷൻ എല്ലാം നടക്കുന്നു. അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനം സ്കൂളും റോഡും മാത്രമല്ല, ഏറ്റവും അടുത്ത തലമുറയ്ക്ക് ജോലി കിട്ടാനുള്ള സൗകര്യങ്ങൾ കൊണ്ടുവന്നു. കേരളത്തിന്റെ ഭാവിയിൽ ഏറ്റവും കൂടുതൽ കേരളത്തിന് നേട്ടമുണ്ടാക്കിയ ഒന്നായിട്ട് വിഴിഞ്ഞം ഉൾപ്പെടെ ചിത്രീകരിക്കപ്പെടും. അതിനൊപ്പം സാമൂഹ്യക്ഷേമ പെൻഷനും സാധാരണക്കാരുടെ സൗകര്യങ്ങളും എല്ലാം കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. ഇടയ്ക്ക് ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ 5 ഗഡു വരെ നമ്മുടെ ക്ഷേമ പെൻഷൻ മുടങ്ങുന്ന സ്ഥിതി വന്നു. അത് ഇപ്പൊ ഇന്ന് മുതൽ ഈ മാസത്തെ ക്ഷേമ പെൻഷനൊപ്പം 1 ഗഡു കൂടി കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 5 3 ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. അത് കൊടുത്ത് തീർക്കാൻ പറ്റും എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അനുസരിച്ച് തന്നെ ആ കാര്യങ്ങൾ വരും. അപ്പൊ ഇങ്ങനെ എല്ലാം ചെയ്യുമ്പോൾ എന്താ പിന്നെ ഞാൻ ഈ പത്രസമ്മേളനം വിളിച്ച് പറയുന്നത്? ഇതൊക്കെ പറയുന്നതല്ലേ. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, കേരളത്തിന് കിട്ടാനുള്ള പണം കേന്ദ്രം തരുന്നില്ല എന്ന പ്രശ്നം ഇപ്പോഴും നിൽക്കുകയാണ്. നമ്മൾ ഈ വർഷം നമ്മുടെ ആകെ ചെലവിന്റെ റവന്യൂ ചെലവിന്റെ ഇന്ത്യയിലെ ശരാശരി റവന്യൂ ചെലവിന്റെ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് 53% ആണ്. ഇത് റിസർവ് ബാങ്കിന്റെ സ്റ്റേറ്റുകളുടെ ഫിനാൻസിനെ സംബന്ധിച്ചുള്ള സ്റ്റേറ്റ് ഫൈനാൻസസ് എന്ന് പറഞ്ഞ റിപ്പോർട്ടിനകത്ത് വന്ന കണക്കാണ്. 53% ഓഫ് ദി ആവറേജ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഓഫ് ഈച്ച് സ്റ്റേറ്റ് ഈസ് മെറ്റ് ബൈ ദി റവന്യൂ ഷെയർ ഓർ റവന്യൂ ഡിവിഷൻ ഓർ ടാക്സ് ഡിവിഷൻ ഫ്രം ദി യൂണിയൻ. അത് ഇവിടുന്ന് കളക്ട് ചെയ്യുന്നതാണ്. പക്ഷേ കേരളത്തിന് ഈ വർഷം അത് 26% താഴെയാണ്. ഇന്ത്യയിലെ മറ്റുള്ള സ്റ്റേറ്റിന് ആകെ അവർ ചെലവാക്കുന്ന 100 രൂപയിൽ 53 രൂപയും യൂണിയന്റെ ഭാഗമായിട്ടുകൂടി കളക്ട് ചെയ്യുന്ന ടാക്സിന്റെ വിഹിതം കിട്ടുമ്പോൾ കേരളത്തിന് 26% താഴെയുള്ളൂ ഈ വർഷം. കഴിഞ്ഞ വർഷം അത് 27 or 28 ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം നമുക്കൊരു 20-25% കൂടെ നമുക്ക് കിട്ടേണ്ടതാണ്. അത് കിട്ടുകയാണെങ്കിൽ 10,000-40,000 കോടി അധികം കിട്ടും. ആ കിട്ടാനുള്ള പണം മേടിച്ചെടുത്തേ പറ്റൂ. ഇവിടെ ദൗർഭാഗ്യവശാൽ BJPയുടെ സംസ്ഥാന നേതാക്കന്മാർ ഉൾപ്പെടെ പറയുന്നത് ഇത് കടം മേടിക്കാൻ നിൽക്കുകയാണ്, ഭിക്ഷാപാത്രവുമായി നടക്കുകയാണ്. ഭിക്ഷാപാത്രമായിട്ടൊന്നും നടക്കുകയല്ല. നമ്മുടെ അവകാശത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്ത് ശബ്ദം ഉയർത്തണമെന്നുള്ളത് വീണ്ടും പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് പത്രസമ്മേളനം വിളിച്ചത്. ഇത് നടക്കുന്നു എന്നുള്ളതുകൊണ്ട് കിട്ടാനുള്ളത് കിട്ടണ്ടേ. ഇന്ന് തമിഴ്നാട് സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. നമ്മൾ നേരത്തെ സുപ്രീം കോടതിയിൽ പോകേണ്ടി വന്നു. കാരണം നമ്മുടെ കിട്ടാനുള്ള അർഹമായ പണം പോലും തരാതിരിക്കുന്നതിനെതിരെ കോടതി വരെ പോകേണ്ടി വന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കണക്ക്, ഇത് നമ്മുടെ കണക്കിന്റെ ഭാഗമായിട്ട് തന്നെ 26% താഴെ നമുക്ക് കിട്ടുന്നുള്ളൂ. നമുക്ക് ഇന്ത്യയുടെ ബഡ്ജറ്റ് ഇപ്രാവശ്യം അവതരിപ്പിച്ചുകൊണ്ട് യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ അവതരിപ്പിച്ച ബഡ്ജറ്റ് ഗ്ലാസിന്റെ ഫസ്റ്റ് ഇൻട്രോഡക്ടറി പേജുകളിൽ പറയുന്നുണ്ട്, ഈ വർഷം 5 lakh crore rupees we are giving to the states from the union budget expenditure. If it is 5 lakh, 5 ലക്ഷം കൊടുക്കുന്നെങ്കിൽ അതിന്റെ 3% ആണെങ്കിൽ 15,000 കോടി നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടണം. നമുക്ക് 5,000 കോടി പോലും അഡീഷണൽ വന്നിട്ടില്ല. 25 ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് ആകെ ഇപ്പോൾ വീതം വെക്കുന്നുണ്ട്. അതിനകത്ത് കണക്കനുസരിച്ച് നമുക്കൊരു 75,000 കോടി കിട്ടണം. നമുക്കൊരു 35,000 കോടിക്ക് അധികം പോലും കിട്ടുന്നില്ല. അപ്പൊ കിട്ടാനുള്ളത് തരാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. നമുക്ക് സ്കൂൾ വിദ്യാഭ്യാസം നല്ലപോലെ ഉണ്ട്, ആരോഗ്യരംഗം മെച്ചപ്പെട്ടിട്ടുണ്ട്, എല്ലായിടത്തും ശുചിമുറികളുണ്ട്, നല്ല റോഡുണ്ട്. നിങ്ങൾക്ക് പിന്നെ എന്തിനാ തരുന്നത്? ഈ ഒരു സമീപനത്തിൽ വരുന്നു എന്നുള്ളത് ഇപ്പോഴും നിൽക്കുകയാണെന്നുള്ള കാര്യം പറയണം. അപ്പൊ ഇതെല്ലാം ഉള്ള ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ നേരിടുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനൊപ്പം ഞാൻ നേരത്തെ പണം കുറയ്ക്കുന്ന കാര്യം പറഞ്ഞതിന്റെ കൂടെ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ കേരളത്തിന്റെ കടം അങ്ങ് പെരുകി അങ്ങ് പോവാണ്. ഇന്നലെയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനത്തിൽ പറയുന്നത് കേട്ടു, കടം ഇങ്ങനെ വർദ്ധിച്ചു, 6 ലക്ഷം കോടിയാവും ഈ ഗവൺമെന്റിന്റെ കടം. അത് അദ്ദേഹത്തിന് കിട്ടുന്ന ഫീഡ്ബാക്കിന്റെ ആണോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ഈ വർഷം ഇപ്പോഴത്തെ ഒരു പ്രാഥമിക കണക്കനുസരിച്ച് കേരളത്തിന്റെ ആകെ കടം 4,22,000 കോടിയാണ്. ചിലപ്പോൾ 1-2 ചില വ്യത്യാസമൊക്കെ കാണും. 4,22,000 കോടിയാണ്.
ഇത്രയും കാലമുള്ള കേരളത്തിന്റെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തിട്ടുള്ള കടം. അത് കേരളത്തിന്റെ ആകെ GSDPയുടെ 33.9% ആണെന്നാണ് ഏകദേശം. 34 ഇല്ല. കേരളത്തിന്റെ ആകെ ഇതുവരെ അക്യൂമുലേറ്റഡ് ബോറോയിങ് ഞാൻ പറയുന്നത്. അത് കേരളത്തിന്റെ ഇതുവരെയുള്ള ഓരോ വർഷം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2020-21 ഇത് വലിയ തോതിൽ വർദ്ധിച്ചത്. അന്ന് നിങ്ങൾക്കറിയാം, സ്വാഭാവികമായിട്ട് റീസൺ ഉണ്ട്. അന്ന് വെച്ചാൽ കോവിഡ് ഒക്കെ ആയിരുന്നു. അന്ന് 38.47% ആയിരുന്നു നമ്മുടെ GSDP ആയിട്ടുള്ള കടം. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം കടം കൂടുതലാണ് ആ സമയത്ത്. അത് 22-23 35.38%, 23-24 34.2%, 24-25 ഇപ്പോൾ വന്നേക്കുന്ന കണക്കനുസരിച്ച് 33.9%. പ്രിലിമിനറി ആണ്. അപ്പം 4%-ലധികം അത് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 1% 14,000 കോടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ 4 വർഷം കൊണ്ട് ഇത്രയും അത് 33.9% ആകെ കടം കുറഞ്ഞു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പെട്ടെന്ന് തന്നെ ആ കടം കുറയ്ക്കാൻ നമുക്ക് പറ്റി. അതെന്നുവെച്ചാൽ കടമെടുക്കുന്നതിനും അനുവാദം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ കൃത്യമായ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ 5 വർഷം കഴിയുമ്പോഴും ഏകദേശം ഇരട്ടിയാവും കടം. ഇപ്പൊ കടത്തിലാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആദ്യം തന്നെ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ കേരളം ആകെ കടത്തിൽ കയറിക്കൊണ്ടേയിരിക്കുകയാണ്, കടം കയറിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കര കടമാണ് എന്ന് അദ്ദേഹം വിഷമത്തോടുകൂടി പറയുന്നത് കണ്ടു. BJPയുടെ പ്രസിഡന്റ് മാത്രമല്ല, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും ഇന്നലെ പറയുന്നത് കേട്ടു 6 ലക്ഷം കോടിയാവും. ഇപ്പൊ നമുക്ക് ഇപ്പൊ 4,22,000 കോടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ വർഷം അവസാനിക്കുമ്പോൾ 5ാം വർഷം പൂർത്തീകരിക്കുമ്പോൾ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 4,60,000-നും 65,000, 4,65,000-നും കടം പോകത്തേ ഇല്ല. വ്യക്തിപരമായി അങ്ങനെ കടം കുറഞ്ഞു എന്നുള്ളതുകൊണ്ട് സാറ്റിസ്ഫാക്ഷൻ ഒന്നും എനിക്കില്ല. കാരണം എന്താ, കേരളത്തിന്റെ ഇതുവരെയുള്ള കണക്കെടുത്ത് നോക്കുമ്പം ഒരു 25-30 വർഷത്തെ കണക്ക് ഞാൻ എടുത്തു ഇപ്പൊ തന്നെ റെഡി റെഫറൻസിന് വേണ്ടി. ശ്രീ K. കരുണാകരൻ, ശ്രീ E. K. നായനാർ, ശ്രീ A. K. ആന്റണി, ശ്രീ ഉമ്മൻചാണ്ടി, VS, അതുപോലെ വീണ്ടും ഉമ്മൻചാണ്ടി ഗവൺമെന്റ്, അതിനുശേഷം 1ാം പിണറായി സർക്കാർ, ഈ ഗവൺമെന്റുകളുടെ എല്ലാം കണക്കെടുത്ത് നോക്കുമ്പോൾ ഓരോ 5 ഇയേഴ്സിലും ഏകദേശം ഇരട്ടിയാവും കടം. 90%, 80% ഒക്കെ ആയി വർദ്ധിക്കും. അതാണ് അതിന്റെ കടത്തിന്റെ കണക്ക്. ഇപ്പൊ 2010-11 ഗവൺമെന്റിന്റെ ലാസ്റ്റില് അന്ന് ആകെ ഉണ്ടായിരുന്ന ബാധ്യത 78,673 കോടി രൂപയാണ് ആകെ കടം. 2015-16 ആയപ്പോൾ അത് 1,57,370 ആയി. 78 നിന്ന് 1,57,370 കോടി രൂപയായി. 2020-21 വീണ്ടും 5 വർഷം കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കഴിഞ്ഞിട്ട് 1ാം പിണറായി സർക്കാരിന്റെ അവസാനം അത് 2,96,901 ആയി. കാരണം അപ്പം അന്ന് കോവിഡ് കാരണം അല്പം കടം വർദ്ധിക്കുകയും ചെയ്തു. ഈ സമയത്തെല്ലാം നിങ്ങൾ നോക്കിക്കോളൂ, ഏകദേശം 100% മീൻസ് ഡബിൾ ആണ്, 100% ആണ്. കടം ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ ശമ്പളവും വർദ്ധിച്ചിട്ടുണ്ട്, വരുമാനവും വർദ്ധിച്ചിട്ടുണ്ടെന്ന കാര്യം കൂടി മനസ്സിലാക്കണം. കാരണം 2012-11 അവസാനിക്കുന്ന സാമ്പത്തിക വർഷം ഇവിടുത്തെ ഒരു അഡീഷണൽ സെക്രട്ടറി ശമ്പളം എടുക്കുന്നതായിരിക്കും നല്ലത്. 12,000 രൂപയാണ് സ്കെയില്. ഇപ്പൊ ആ സ്കെയില് 1,30,000 40,000. ഈ ഞാൻ ശമ്പള സ്കെയിൽ എടുക്കുന്ന അല്ലെങ്കിൽ മറ്റു കാര്യം പറഞ്ഞ് ഇങ്ങനെ എല്ലാ മേഖലയും ആ വരുമാനവും എല്ലാം വർദ്ധിക്കും. നമ്മുടെ GDP നോക്കിയാലും അതുപോലെ വർദ്ധിക്കും, GSDP നോക്കിയാലും വർദ്ധിക്കും. അപ്പൊ ഇങ്ങനെ ഈ വർധനവ് ഓരോ മേഖലയും വരുന്നതനുസരിച്ച് അപ്പൊ കടം എടുക്കുമ്പം ഈ വരുമാനം കൂടി ചേർത്തിട്ടാണ് കടത്തിന്റെ ഒരു അളവ് നോക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് 2010-11 78,673 ആയിരുന്നു. 2015-16 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അവസാന വർഷം ആ കടം 1,57,370 കോടിയായി. പിന്നെ 1ാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ വർഷം അത് 2,96,901 കോടിയായി. ഈ കണക്കനുസരിച്ച് സാധാരണഗതിയിൽ 5 വർഷം ആകുമ്പോൾ എത്ര ആവണം നിങ്ങൾക്ക് ഗുണിച്ചു നോക്കാവുന്നതാണ്. 100% വേണ്ട, 80% എടുത്താൽ മതി. സാധാരണഗതിയിൽ അത് ഈ കടം 2,96,000 എന്ന് പറയുന്നത് 6 ലക്ഷം കോടി ആവണമല്ലോ. 5,90,000 5,80,000 കോടി ആവണമല്ലോ. കഴിഞ്ഞ 30-40 വർഷം ഇന്ത്യയിലെ ശരാശരി അനുസരിച്ച് ഇപ്പോഴും കേരളത്തിലെ ജനങ്ങൾക്കും ഗവൺമെന്റിനും അതിന് അവകാശമുണ്ടല്ലോ. പക്ഷേ 5ാം വർഷം പൂർത്തീകരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4,65,000 കോടി രൂപ എടുക്കാൻ സമ്മതിക്കുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളെ കട്ട് ചെയ്ത് കടം വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞാൽ 1,20,000 കോടി രൂപ 5 വർഷം കൊണ്ട് കേരളത്തിന് എടുക്കാവുന്ന ബോറോയിങ് ലിമിറ്റും വെട്ടിക്കുറച്ചു. പ്രതിവർഷം ഒരു 20,000-25,000 കോടി അതും കുറച്ചു.
ഇതെല്ലാം നേരത്തെ എടുത്ത കടം, പണ്ട് മുതലേ ഉള്ള കടം എടുത്തത് തിരിച്ചടയ്ക്കുന്നത് കേരളം തന്നെയാണ്, പലിശയും കൊടുക്കുന്നത് കേരളം തന്നെയാണ്, മറ്റ് സ്റ്റേറ്റുകളുമാണ്. കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ ഇതേ സമയത്ത് അവരുടെ കടം ഈ ഞാൻ നേരത്തെ പറഞ്ഞ 38% പകരം അവരുടെ കടം 58% ആണ്. 39.4% നമുക്കുള്ളപ്പോൾ അവരുടെ കടം 58% ആണ്. അവരുടെ കടം നമ്മൾ 3% ഓഫ് ദി GSDP ആണ് ഒരു വർഷം എടുക്കാമെങ്കിൽ അവരുടെ കടം അത് മോർ ദാൻ 5% ആണ്, 5%-ലധികമാണ്. അത് വേറൊരു വശം. അപ്പൊ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്ക് കടമെടുക്കാവുന്ന കഴിഞ്ഞ 30 വർഷക്കാലത്തെ കണക്കനുസരിച്ച് എടുക്കാവുന്നത് 5,80,000 കോടിയെങ്കിലും ആണെങ്കിൽ 4,65,000 കോടിക്ക് അപ്പുറം കടമെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നിൽക്കുന്ന കടത്തിന്റെ കാര്യത്തിൽ തന്നെ 1,20,000 കോടി കുറച്ച ഒരു സർക്കാർ ഈ കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല. പിന്നെ VGF തരുന്നില്ല, വിഴിഞ്ഞം പോലുള്ള പദ്ധതിക്ക് ഗ്രാന്റ് തരുന്നില്ല, മറ്റു കാര്യങ്ങൾ തരുന്നില്ല. നാഷണൽ ഹൈവേ പണിയണമെങ്കിൽ അതിന് 6,000 കോടി നമ്മൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോലും നമ്മൾ ഇതെല്ലാം നടത്തിക്കൊണ്ടു പോകുന്നു എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ കൂട്ടായ്മയോടുകൂടി ഈ ഗവൺമെന്റ് ചെയ്ത കാര്യമാണ്. അതിനകത്ത് ധനവകുപ്പിന് നേതൃത്വം കൊടുക്കാൻ ആ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റിയെന്നുള്ളതും വളരെ അഭിമാനകരമായ കാര്യമാണ്. അപ്പൊ കേരളമാകെ കടം കയറി ഇങ്ങനെ കുഴപ്പമാണ് എന്നല്ല, കേരളം ഇന്ത്യയിൽ ഏറ്റവും കടം കുറച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാണ് എന്നുള്ളതാണ് വാസ്തവത്തിൽ സത്യസന്ധമായി പറയേണ്ടത്. ഈ ഒരു സ്ഥിതിയിൽ ഇങ്ങനെ പോകുമ്പോൾ വീണ്ടും ഇക്കാര്യത്തിനകത്ത് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്ന തീരുമാനങ്ങൾ വരുന്നു എന്നുള്ള കാര്യം കൂടി പറയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, ഈ വർഷം നമുക്ക് കിട്ടേണ്ട കടത്തിനകത്ത് ഫൈനൽ കണക്ക് വന്നപ്പോൾ എന്റെ ഡീറ്റെയിൽസ് വരുന്നുള്ളൂ, 3,300 കോടി രൂപ ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് നിർബന്ധമായും അതിന് നിയമം ഉണ്ടാക്കി കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് 3,300 കോടി കുറച്ചു. ആകെ കിട്ടുന്ന 10,000, 30,000, 40,000 കോടി കിട്ടുന്നതിനകത്ത് ആദ്യ ഗഡു നമുക്ക് 29,000 കോടി അനുവദിച്ചു വന്നേ. 3,300 കോടി രൂപ എന്താ വെച്ചാൽ നമ്മുടെ സർക്കാർ ഗ്യാരണ്ടി കൊടുക്കും പല സ്ഥാപനങ്ങൾക്കും. ഇപ്പം ഉദാഹരണത്തിന് KSFE, KFC അല്ലെങ്കിൽ നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങൾ മാത്രമല്ല വലിയ പ്രോജക്റ്റുകൾ, ഇതിന് കൊടുക്കുന്ന ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ അവർ കപ്പാസിറ്റി ഉണ്ട്, ബിസിനസ് നടത്തും, പക്ഷേ എന്നാലൊരു ഗ്യാരണ്ടി വേണമല്ലോ. ആ കൊടുക്കുന്ന ഗ്യാരണ്ടിയുടെ 5% ഒരു ഫണ്ടായിട്ട് റിസർവ് ബാങ്ക് ശേഖരിക്കണം എന്നാണ്. അപ്പൊ അങ്ങനെ ശേഖരിക്കുന്നതിന് നിയമം നടപ്പിലാക്കിയില്ലെങ്കിൽ ഈ വർഷം തരുന്ന ബോറോയിങ്ങിൽ 0.25% നമ്മുടെ ആകെ GSDPയുടെ 0.25% നമ്മുടെ ബോറോയിങ് കുറയ്ക്കും. അങ്ങനെ 3,300 കോടി രൂപ ഈ വർഷം കുറച്ചു. ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും നടക്കുന്നതിനിടയ്ക്ക് നമ്മൾ ഈ കാര്യങ്ങൾ നടത്തിപ്പോവാണ്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനൊപ്പം ഈ വർഷം നമ്മൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നമ്മുടെ GSTക്കകത്ത് വന്നൊരു കുറവ് കൂടെ നിങ്ങൾ അറിയേണ്ടതാണ്. കാരണം അതൊന്നും രഹസ്യമായി പറയേണ്ട ഒരു കാര്യമല്ല. നമുക്ക് ഏകദേശം 900 ചില്ലാനും കോടി രൂപ IGSTയുടെ പേരിൽ, IGST പൂൾ എന്ന് പറഞ്ഞൊരു പൂളാണ്, അതിനകത്ത് തർക്കം ധാരാളം ഉണ്ട്, നമുക്കും തർക്കമുണ്ട്. നമുക്ക് കിട്ടേണ്ട IGST വേണ്ടത്ര കിട്ടുന്നില്ല. കാരണം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആകുമ്പം IGST ആരൊക്കെയോ ഇത് തെറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് നമ്മുടെ അഭിപ്രായം. അന്നു മുതലേ നമ്മൾ നിയമസഭയിലൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ നമ്മളതിന് പരാതി കൊടുത്തിട്ടുണ്ട്, നമ്മൾ പ്രത്യേകം പഠനം നടത്തിയിട്ടുണ്ട്. IGST സംബന്ധിച്ച് സമ്പ്രദായങ്ങൾ വേണം, ഈ കുറച്ചുകൂടെ E-way ബില്ലുകൾ കാര്യം നോക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇതുവരെ ധാരണ കൃത്യമായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ കേന്ദ്രം പറഞ്ഞു ഈ IGST പൂളിൽ നിന്ന് കുറേ പണം നഷ്ടപ്പെടുന്നുണ്ട്, എങ്ങനെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എല്ലാ സ്റ്റേറ്റുകളും ആ അധികം ആരോ എടുക്കുന്നു, ക്ലെയിം ചെയ്യുന്നു IGSTയിൽ നിന്ന്. അതുകൊണ്ടുണ്ടായ നഷ്ടം കുറയ്ക്കാനായിട്ട് സ്റ്റേറ്റുകളുടെ ആകെ കുറേശ്ശെ പണം പിടിച്ചു. കേരളത്തിന് അതിന്റെ ഭാഗമായിട്ട് നഷ്ടപ്പെട്ടത് 900 കോടിയാണ്. ഈ വർഷം ഏപ്രിൽ ഇങ്ങോട്ട് വന്ന പണത്തിൽ നിന്ന് 900 കോടി കുറച്ചു. ആരോ എവിടോ സിസ്റ്റത്തിന്റെ തകരാറാണ്. ഞാൻ ആദ്യം തൊട്ട് പറയുമ്പോൾ അന്ന് പത്രപ്രവർത്തകർ ഇവിടെ കവർ ചെയ്തിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാവും, സിസ്റ്റമിക് എററുണ്ട് GST വന്നതിന് ശേഷം എന്ന് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ആ സിസ്റ്റമിക് എററിന്റെ ഭാഗമായി നമ്മുടെ പണം നഷ്ടപ്പെടുന്നു ഓൾറെഡി നമുക്കൊരു പരാതിയുണ്ട്. എന്നിട്ടും നമ്മുടെ 900 കോടി കൂടെ ഇപ്പൊ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നോക്കിയാൽ 3,300, 900, 4,200 കോടി ഈ വർഷത്തെ നമ്മുടെ കിട്ടേണ്ട പൂളിൽ നിന്ന് പോയിട്ടുണ്ട്. ഇതുകൂടാതാണ് 4,710 കോടി രൂപ കിഫ്ബിയുടെ ഭാഗമായിട്ട് മാത്രം വെട്ടിക്കുറയ്ക്കുന്നത്, പെൻഷൻ കമ്പനിയുടെ വെട്ടിക്കുറയ്ക്കുന്നതൊക്കെ. അപ്പോൾ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അവിടുന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു, ഇനിയും കൂടുതൽ കാര്യം ചെയ്യും. നിങ്ങൾക്കും എനിക്കും വ്യത്യസ്തമായ അഭിപ്രായമുള്ള പത്രപ്രവർത്തകരുണ്ട്, വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, വ്യത്യസ്തമായ ആളുകളുണ്ട്. പക്ഷെ കേരളത്തിന് കൂടുതൽ അഭിമാനത്തോട് മുന്നോട്ട് പോകാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. ഈ 4-ാം വർഷം കഴിഞ്ഞ് 5-ാം വർഷം എത്തുമ്പോഴേക്കും ആ കാര്യങ്ങളാണ് നമുക്ക് ഈ കിട്ടാനുള്ള പണം, കിട്ടാനുള്ളത് മേടിച്ചെടുക്കാൻ പറ്റിയാൽ ഇനിയും എത്രയോ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ലതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ചെറിയ കാര്യമല്ല. ആ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇത്തരം ഇപ്പോഴും ഈ സാമ്പത്തിക രംഗത്ത് നമുക്ക് വരുന്ന ഈ നമുക്ക് നേരെ വരുന്ന ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങളുടെ മുന്നേ പറയാനാണ്. നമ്മുടെ ഓരോ വകുപ്പുകളും ചെയ്ത കാര്യങ്ങളും ആകെ ചെയ്ത നേട്ടങ്ങൾ, ഇപ്പം ഏറ്റവും കൂടുതൽ വീട് കൊടുത്തതും പിന്നെ ക്ഷേമ പെൻഷനും നമ്മുടെ പൊതുമേഖല കാര്യങ്ങളും ഒക്കെ ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. അടിസ്ഥാന സൗകര്യം കാര്യങ്ങൾ ചെയ്തതിന്റെ കാര്യം ഞാൻ പറയേണ്ടതില്ല. ഈ മേഖലയിലെല്ലാം വലിയ കാര്യങ്ങൾ ചെയ്ത് ഇന്ത്യയിലെ ഗവൺമെന്റ് തന്നെ അവരുടെ പ്രധാനപ്പെട്ട ഏജൻസിയായ നീതി ആയോഗ് തന്നെ
ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസിനുള്ള മിക്ക മേഖലയിലും ഒന്നാം സ്ഥാനമോ രണ്ടാം സ്ഥാനമോ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും ഉണ്ട് എന്നുള്ള കാര്യം കൂടി നോക്കുമ്പോഴാണ് നമ്മുടെ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള നേട്ടങ്ങൾ മനസ്സിലാവുന്നത്. അതുകൊണ്ട് തുടർച്ച വന്നു എന്നുള്ളത് തന്നെയാണ് കേരളത്തിൽ ഇത്രയും നേട്ടം ഉണ്ടാക്കാൻ പറ്റിയ സഹായം ഉണ്ടായത്. ആ തുടർച്ച വന്നപ്പോൾ ഇതുവരെ ഇല്ലാത്ത തരത്തിലേക്കുള്ള ശ്വാസം മുട്ടിക്കൽ വന്നു. അതിനെയും എല്ലാവരുടെയും പിന്തുണയോടുകൂടി, നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി നമുക്ക് നേരിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഈ കാര്യങ്ങൾ നടത്താൻ. അതിന് പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ 5ാം വർഷത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള പിന്തുണ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കാൻ കൂടിയിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചത്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും അങ്ങനെ ഇടയ്ക്ക് വന്നൊരു പ്രപ്പോസലാണ്. അത് വളരെ കൃത്യമായിട്ട് കൃത്യമായി നടപ്പിലാക്കി തുടങ്ങിയില്ല. വാസ്തവത്തിൽ അങ്ങനെ വലിയൊരു ഫണ്ട് മാറ്റി വെക്കുക എന്ന് പറയുന്നത് തന്നെ ഇൻ പ്രിൻസിപ്പിൾ നമുക്ക് തർക്കമുണ്ട്. കാരണം നമ്മുടെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ ഈ ഗ്യാരണ്ടി അങ്ങനെ ഫെയിൽ ആയിട്ടില്ലല്ലോ. നമ്മൾ എങ്ങനെയാ ഒരു ഫണ്ടിനെ കാണുന്നത്? നമ്മൾ കേരളത്തിന് അങ്ങനെ ഗ്യാരണ്ടി ഫെയിൽ ആയിട്ട് ഈ പണമെല്ലാം ഇല്ല. അപ്പൊ ഇത് മാത്രം കൊണ്ടുപോയി റിസർവ് ബാങ്കിൽ മാറ്റിയിടുക എന്ന് പറഞ്ഞാൽ അത്ര പ്രായോഗികമല്ല. 5% ഓഫ് ദി ടോട്ടൽ ഗ്യാരണ്ടി, ടോട്ടൽ ഗ്യാരണ്ടിയുടെ 5% തുകയുടെ. ഇപ്പൊ 1 ലക്ഷം, ഇപ്പൊ നമുക്ക് 80,000 കോടിയുണ്ട്. KSFE-ക്ക് 25,000, KSFE ഒക്കെ പോലുള്ള സ്ഥാപനങ്ങളാണ്. അപ്പൊ നിങ്ങൾ ചിട്ടി ചേരുമ്പോഴേ സർക്കാരിന്റെ ഒരു ഗ്യാരണ്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ ചിട്ടിക്ക് വിശ്വാസത കൂടുമല്ലോ. അതിനാണ് ഈ ഗ്യാരണ്ടി കൊടുക്കുന്നത്. ഈ സ്ഥാപനങ്ങള് ഗ്യാരണ്ടി, അവരൊക്കെ നമുക്ക് ഗ്യാരണ്ടി കമ്മീഷൻ തന്നെ തരാറുണ്ട്. എല്ലാ സ്ഥാപനങ്ങളും അങ്ങനെ ഗ്യാരണ്ടി കമ്മീഷൻ തരുന്നില്ല, പ്രോഫിറ്റും തരാറുണ്ട്. നമ്മളാണെങ്കിൽ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഈ സമയത്ത് KFCക്ക് മാത്രം നമ്മുടെ ഗവൺമെന്റ് ധനകാര്യ വകുപ്പ് തീരുമാനമെടുത്ത് 500 കോടിയാണ് അവരുടെ ക്യാപിറ്റൽ ഇൻഫ്യൂസ് ചെയ്ത്. ഇങ്ങനെ നമ്മൾ അവർക്ക് ക്യാപിറ്റൽ കൊടുക്കുന്നുണ്ട്, അവർക്ക് ഗ്യാരണ്ടി നിൽക്കും. കാരണം അവരെടുക്കുന്ന ഒരു 5,000 കോടിയുണ്ട്, 10,000 കോടിയുണ്ട്. അതിന് ഗവൺമെന്റ് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ തരുന്നവർക്ക് ഒരു ഉറപ്പുണ്ട്. അപ്പൊ അത് എല്ലാം ചെയ്യുന്നതാണ്. ഈ ഗ്യാരണ്ടി സാധാരണ ഫെയിൽ ചെയ്യുന്നില്ല, ഒറ്റപ്പെട്ട വല്ല കേസ് വല്ലതും അല്ലാതെ. KTDFCയുടെ പൈസ നമ്മൾ കൊടുത്തു. അതെ, KTDFC ആണ് ആകെ ചരിത്രത്തിലുള്ള ഒരു സംഗതി. അതിനകത്ത് നമ്മൾ ആ പണം കൊടുത്തു. അത് സത്യത്തിൽ അതിന്റെ ഒരു മിസ്മാനേജ്മെന്റ്, ആ നേരത്തെ ഉള്ളൊരു പ്രശ്നമാണ്. വലിയ പ്രായോഗികമല്ലാത്ത തരത്തിലേക്ക് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. പക്ഷെ അത് നമ്മൾ പിന്നെ ഏറ്റെടുക്കേണ്ടി വന്നു, എടുത്തു. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെയുള്ള നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നില്ല. അപ്പോൾ അതിന്റെ പേര് 5,000 കോടി നിങ്ങളുടെ ഇതിൽ നിന്ന് കൊണ്ടുപോയിടണം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ലിക്വിഡിറ്റിയെ ഫർദർ സ്ക്യൂസ് ചെയ്യുവാണ്. ഓരോ ഘട്ടത്തിൽ ഓരോന്ന് പറഞ്ഞ് ഗവൺമെന്റിന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ഫ്രീഡമേ ഇല്ലാത്ത തരത്തിൽ വരും. അത് 5% ആണ് അവരുടെ പോളിസി. അത് നടപ്പിലാക്കാനായിട്ട് ഇപ്പോഴാണ് വന്നത്. ഇപ്പൊ നമ്മളതിനെ ബേസിക്കലി നമ്മൾ എതിർക്കുന്നില്ല. ഇപ്പൊ എങ്ങനെ അല്ല, 5% ആവണം, ഗ്യാരണ്ടിയുടെ ഫണ്ട് 5% ആവണം. ഇപ്പൊ ഒരു ഫോർമുല പറയുന്നുണ്ട്, ഓരോ വർഷവും ഒരു ചെറിയ തുക വെച്ച് അടച്ചിട്ട് ആ 5%ലേക്ക് എത്തുക. അത് നമ്മൾ ഇൻ പ്രിൻസിപ്പിൾ നമ്മളത് അംഗീകരിച്ചു. കഴിഞ്ഞ ദിവസം അംഗീകരിച്ചു. അതിന്റെ ഫയലെല്ലാം നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട് ആ സമയത്ത്. പക്ഷെ അത് അംഗീകരിച്ചെങ്കിലും ഇപ്പൊ ആദ്യഘട്ടമായിട്ട് ഇതിന്റെ വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇതായില്ലെങ്കിൽ ഞങ്ങൾ ഇപ്രാവശ്യം 0.25% ഓഫ് ദി GSDP, അത് ഗ്യാരണ്ടി തുകയായിട്ട് ബന്ധമില്ല, 0.25% ഓഫ് ദി GSDP ഞങ്ങൾ ഇപ്രാവശ്യം കട്ട് ചെയ്യും. അങ്ങനെ കട്ട് ചെയ്തതാണ് 3,300 കോടി രൂപ. ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഓരോ വർഷവും നമ്മളിങ്ങനെ ഈ വർഷം കണ്ട് 600 കോടിയോ മറ്റോ ഇടേണ്ടി വരും. അത് കിട്ടുമെന്നപ്പോൾ ഉറപ്പില്ല. ഈ 600 അതിന്റെ നമ്മൾ തീരുമാനമെടുത്ത് അറിയിച്ചിട്ടുണ്ട്. 600 കോടി നമ്മൾ ഈ വർഷം ഇടും. അങ്ങനെ ഓരോ വർഷവും ഇനിയിപ്പം 600 ചില്ലാനും കോടി വെച്ച് ഇടേണ്ടി വരും. 5 വർഷം കൊണ്ടൊക്കെ അത് ഇടേണ്ടി വരും. 3,300 തിരിച്ചു കിട്ടേണ്ടതാണ്. അല്ല, കിട്ടുമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഒന്നും ഇതിനെ സംബന്ധിച്ച് കമ്മ്യൂണിക്കേഷൻ വന്നിട്ടില്ല. ഞാൻ പറയുന്നത്, നമ്മൾ ഏകപക്ഷീയമായിട്ട് ഇങ്ങനൊരു കത്ത് ഇത്രയും നിങ്ങളുടെ കുറച്ചിരിക്കുന്നു, അല്ലെങ്കിൽ GSTയുടെ 900 കോടി പിടിച്ചിരിക്കുന്നു, ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ തർക്കം ഉന്നയിച്ചതാണ്. IGSTയുടെ കാര്യത്തിൽ നമ്മൾ തന്നെ നേരത്തെ പറഞ്ഞതാണ് IGSTയിൽ പ്രശ്നമുണ്ട്. ഇപ്പൊ ഈ IGSTക്കകത്ത് IGST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനങ്ങളും മേടിക്കുന്നു. ഇപ്പം കേരളത്തിലേക്ക് ഒരു സാധനം വരുന്നു, മറ്റൊരു സ്റ്റേറ്റിൽ നിന്നാണ് വരുന്നത്. ഇപ്പം ഞാൻ 10 ലക്ഷം രൂപയുടെ സാധനം മേടിക്കുന്നൊരു ഹോൾസെയിലറാണ്. അപ്പോൾ ഞാൻ ആ ഹോൾസെയിലർ എന്നിട്ട് ഇവിടുന്ന് സാധനം വിൽക്കുമ്പോൾ ആ വിൽക്കുന്ന ആളുകളുടെ നിന്ന് ടാക്സ് മേടിക്കും. ആ ടാക്സ് മേടിച്ചിട്ട് ഞാൻ ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അടയ്ക്കുമ്പം ഞാൻ പറയും, ഞാൻ പഞ്ചാബിൽ നിന്ന് മേടിച്ച ഈ 10 ലക്ഷം രൂപയ്ക്ക് അതിന് ഞാനൊരു 50,000 രൂപ ടാക്സ് കൊടുത്തിട്ടുണ്ട്, ബാക്കി മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ 1 ലക്ഷം രൂപ അല്ലെ 80,000 രൂപ ടാക്സ് ഉണ്ടെങ്കിൽ ആ 50,000 രൂപ ഞാൻ പറയും ഇത് IGST ഞാൻ ഓൾറെഡി കൊടുത്തു, അതുകൊണ്ട് ബാക്കി ആണ് ഇവിടെ അടയ്ക്കൂ. ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവില്ല. ചില ഫേക്ക് സാധനങ്ങൾ, ഞാൻ പറഞ്ഞ ഓൾ ഇന്ത്യയാണ്.
നമ്മളതിനകത്തേക്ക് സിസ്റ്റം കറക്റ്റ് ആക്കണമെന്ന് അപ്പോഴേ പറഞ്ഞു. കാരണം നമുക്ക് ഇവിടെ ആകെ മേടിക്കുന്ന സാധനം നല്ലൊരു ഭാഗം ഇറക്കുമതി ചെയ്യുന്നൊരു സംസ്ഥാനം എന്ന നിലയിൽ നമുക്ക് വരാനുള്ള IGST ടാക്സ് വരുന്നില്ല എന്നാണ് നമ്മുടെ അസസ്മെന്റ്. ഞങ്ങൾ ഒത്തിരി പഠനം നടത്തിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഫൈറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ആമസോണും പോലെയൊക്കെയുള്ള കമ്പനികളുടെ പോലും ഓൺലൈൻ ട്രേഡിങ്ങിന് ഇ-വേ ബില്ലായിട്ട് കരുതി വേണമെന്നൊക്കെയുള്ള നിയമം നമ്മൾ ഉണ്ടാക്കിച്ചിട്ടുണ്ട്, നമ്മളോട് ഇടപെട്ടിട്ടാണ്. പക്ഷെ എന്നാലും ഈ ലീക്കേജ് ഉണ്ട്. അപ്പം ചില കമ്പനികൾ ചില സ്റ്റേറ്റിൽ ഇത് ഫേക്കായിട്ട് ഈ സാധനം ക്ലെയിം ചെയ്യുന്നിരിക്കട്ടെ, ഈ ക്ലെയിം ചെയ്യുമ്പോൾ ആകെ അവിടെ വന്നത് 3 ലക്ഷം കോടിയാണ് IGST പൂളിൽ. ക്ലെയിം ചെയ്തു പോയത് 3,30,000 കോടിയാണ്. തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ആ 30,000 കോടി അധികം പോയി. പക്ഷെ 3 ലക്ഷം കോടിയല്ലേ അവർക്ക് വന്നിട്ടുള്ളൂ. ഈ 3 ലക്ഷം കോടിയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏതോ തെറ്റ് കാണിക്കുന്ന ആളുകൾ ഇത് തെറ്റിച്ച് കൊണ്ടുവന്നുണ്ട്. ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇതാണ് സിമ്പിളി പറഞ്ഞാൽ. അപ്പൊ എന്തോ ചെയ്യും? ഈ 30,000 കോടിയുടെ നഷ്ടം എങ്ങനെ സഹിക്കും? സ്റ്റേറ്റുകൾക്ക് അങ്ങ് വെട്ടിക്കുറയ്ക്കും. തെറ്റ് കാണിച്ചവർക്കും തെറ്റ് കാണിക്കാത്തവർക്കും നഷ്ടം വരും. ഈ ഒരു പ്രശ്നം കൊണ്ട് 900 കോടിയാണ് പോയത്. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ആദ്യം തൊട്ടേ നമ്മൾ പറയുന്നതാണ് ഈ IGSTയിലെ പ്രശ്നങ്ങൾ. 900 കോടി നമ്മുടെ പോയിന്ന് മാത്രമല്ല, നമ്മൾ പറയുന്നത് നമുക്ക് ഇതിനേക്കാൾ അധികം കിട്ടാനുമുണ്ട്. ആ ഒരു പ്രശ്നം IGST നോക്കണം. IGST അത് കോംപ്ലക്സ് എല്ലാം കൂടെ വരുമ്പോൾ ഈ 900 കോടി കുറഞ്ഞത് മാത്രം ഈ വന്ന പിന്നെ കണക്കാണ്. ഈ വർഷത്തെ ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞിട്ട് അത് തന്ന കണക്കാണിത്. 900 കോടി കട്ട് ചെയ്തിട്ടാണ് ബാക്കി തന്നെ. ഈ വായ്പ ഈ 29,000 കോഴ്സ് 2025 മാത്രമല്ല, അടുത്ത ക്വാർട്ടറിലേക്കുള്ളത് വേറെ അല്ലേ വരിക? അതെപ്പോഴും അങ്ങനെ. ഈ അടുത്ത 9 മാസത്തേക്കുള്ളതാണ് ഇപ്പൊ പറയുന്നത്. അത് കഴിഞ്ഞ് ഇതിനകത്ത് തന്നെ കുറെ ഫിനാൻഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് വേണം. നമ്മൾ തന്നെ ഇവർ പറഞ്ഞേക്കുന്ന കണക്കുകൾ ഡീറ്റെയിൽസ് വരുമ്പോൾ നമുക്ക് ഇനി അവകാശപ്പെട്ട ചില തുകകൾ കാണും മതി. ഉദാഹരണം പബ്ലിക് അക്കൗണ്ട് പോലെയൊക്കെയുള്ളതിനകത്ത് വ്യത്യാസം വരും. പിന്നീട് ഫൈനൽ വരുന്നതിനകത്ത് ഇടയ്ക്ക് വരുന്ന ചില തുകകളൊക്കെ വരുന്നത് കറക്റ്റ് ചെയ്തിട്ട് ലാസ്റ്റിലെ 3 മാസത്തെ പിന്നീട് കറക്റ്റ് ചെയ്യും. അങ്ങനെയാണ് വരുന്നത്. അത് എല്ലായ്പ്പോഴും അങ്ങനെ 9 മാസത്തെയാണ് ആദ്യം അംഗീകരിക്കുക. പ്രപ്പോസലുകൾ നമ്മൾ ഈ ഇടയ്ക്ക് ഓരോ ചെറിയ റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. പിന്നെ ചില സബ് കമ്മിറ്റീസ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ GSTയുടെ പ്രധാനപ്പെട്ട റേറ്റുകൾ സംബന്ധിച്ചൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഫിറ്റ്മെന്റ് കമ്മിറ്റി, ലോ കമ്മിറ്റി, 2 കമ്മിറ്റി, അത് ഉദ്യോഗസ്ഥ തലത്തിലെ കമ്മിറ്റികളാണ്. അവരുണ്ടാക്കുന്ന പ്രപ്പോസൽ വരുന്നുണ്ട്. പല കാര്യങ്ങളിലും അനോമലി കാണും, ചില തെറ്റുകൾ കാണും, പെർസെന്റേജിന്റെ കാര്യം കാണും. ഇതൊക്കെ കറക്റ്റ് ചെയ്ത് ആ കമ്മിറ്റി പരിശോധിച്ച് GST കൗൺസിലിന് മുന്നേ റിപ്പോർട്ട് വെക്കും. ഇത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. റേറ്റുകൾ തീരുമാനിക്കുന്ന ഒക്കെ സാധാരണ അങ്ങനെ ഓരോ കമ്മിറ്റിയിലും അല്ല. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ പലതും പെൻഡിങ് കിടക്കുന്നുണ്ട്. ശരിക്കും ഏപ്രിലിൽ കൂടുമെന്ന് പ്രതീക്ഷിച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഏപ്രിൽ കഴിഞ്ഞപ്പോഴാണ് ഇപ്പം ഒരു ചെറിയ അതിർത്തി സംഘർഷം വന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ കൂടേണ്ടതായിരുന്നു. അല്പം നീണ്ടുപോയിട്ടുണ്ട് പ്രാവശ്യം. പല റേറ്റുകളെ സംബന്ധിച്ചും ഒരു റീവർക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ഒന്നും കാര്യങ്ങളൊന്നും പിന്നെ എടുത്തിട്ടില്ല. മെഡിസപ്പിന്റെ കാലാവധി ഇപ്പൊ ആദ്യം നമ്മൾ ഒരു കമ്പനിയായിട്ടുണ്ടാക്കിയ കോൺട്രാക്ട് ജൂൺ മാസം അവസാനിക്കും. അത് സംബന്ധിച്ച് വീണ്ടും ഒരു പുതുക്കുന്ന എങ്ങനെയാണ് അത് സംബന്ധിച്ച് ഒരു വിശദമായ എക്സ്പെർട്ട് കമ്മിറ്റി, ഇപ്പോൾ ഡോക്ടേഴ്സ് വേണം, ഹോസ്പിറ്റൽ പ്രതികൾ വേണം, സർക്കാരിന്റെ പ്രതി, എല്ലാം ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റി ഒരു വിശദമായ ഒരു പഠനം നടത്തി റിപ്പോർട്ട് തന്നിട്ടുണ്ട്. റിപ്പോർട്ട് വകുപ്പിനെ അത് പരിശോധിച്ച് ആവശ്യമായ ചർച്ചകൾക്ക് ശേഷം അതിന്റെ തുടർ നടപടി സ്വീകരിക്കും. മെഡിസപ്പ് സംബന്ധിച്ചുള്ള ആ റിപ്പോർട്ടിന്റെ ഒരു വർക്ക് 2-3 മാസം 3-4 മാസം എടുത്തവർ ആ റിപ്പോർട്ട് തരാൻ 2-3 മാസം എടുത്തു. ആ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് റിന്യൂ ചെയ്യണമെന്നാണ് സർക്കാരിന്റെ ആഗ്രഹം. കാരണം മെഡിസപ്പ് ഒരു വലിയ പദ്ധതിയാണ്. എന്തൊക്കെ പറഞ്ഞാലും 99% ആൾക്ക് കാര്യങ്ങൾ കിട്ടുന്ന പ്രൈവറ്റ് ഇൻഷുറൻസിനേക്കാളൊക്കെ വളരെ വ്യത്യസ്തമാണ്. കുറെ പ്രായോഗികമായ പ്രശ്നങ്ങളൊക്കെ കാണും. പക്ഷെ ഇത്രയും വിപുലമായ ഒരു പദ്ധതി എത്ര പ്രായമുള്ളവർക്കായാലും റിട്ടയർ ചെയ്തവർക്ക് ഉൾപ്പെടെ എല്ലാം കിട്ടുന്നൊരു പദ്ധതി വേറെ ഇല്ല. അപ്പൊ അത് നടക്കണം എന്നാണ് ഗവൺമെന്റ് ആഗ്രഹം. ഈ സിസ്റ്റം അനുസരിച്ച് നോക്കിയിട്ടായിരിക്കും. അതെങ്ങനെയാണെന്നുള്ളത് അതിന്റെ നോക്കി ബന്ധപ്പെട്ടവരായിട്ടൊക്കെ നോക്കണം. ഇതിന്റെ അല്ല, ഞാൻ ആ റിപ്പോർട്ട് വായിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളൊക്കെ ചിലത് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ആ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. റിപ്പോർട്ട് നോക്കാനായിട്ട് അവർക്ക് കൊടുത്തിട്ടേ ഉള്ളൂ. അല്ല, നിലവിലുള്ള ഇത് വെച്ച് നടത്താൻ എങ്ങനെ പറ്റും തുടങ്ങിയതായിരിക്കില്ല റിപ്പോർട്ടിനകത്തുള്ള ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ട് എങ്ങനെയാണ് ആക്കുക തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അല്ല, അങ്ങനല്ലല്ലോ സാധാരണഗതിയിൽ. എങ്ങനെ അതേ കമ്പനി എന്നുള്ളതല്ല. ഒരു 3 വർഷക്കാലത്തേക്കുള്ള ആരും ഇപ്പോൾ ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് എത്ര കാലം അതിനെ എടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ പ്രോസസ്സിംഗ് അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥ തലത്തിൽ അതിന്റെ ഫയൽ വന്ന് നോക്കി കാര്യങ്ങൾ തീരുമാനിക്കും. എന്തായാലും ഒരേ കമ്പനിക്ക് തന്നെ കൊടുക്കുക എന്നുള്ളതല്ലോ സാധാരണഗതിയിൽ പറ്റുന്നത്.
നമ്മൾ സാധാരണ 20-25 ആകുമ്പോഴത്തേക്കാണ് പോവുക ഈ സമയം. ഏതാ? അതെ, ഈ സമയത്താണ് പോകുന്നത്. എപ്പോഴും ഈ ലാസ്റ്റിലാണ് പോകുന്നത്. അത് ബാങ്ക് വഴിയുള്ള ഡയറക്റ്റ് ട്രാൻസ്ഫർ ഉള്ള കുറേയുണ്ട്, കുറച്ച് നേരിട്ട് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഈ മാസത്തെ തന്നെ പൂർത്തീകരിക്കും. ഒരു 24 എന്നൊക്കെ പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടത് ഈ ദിവസങ്ങളിൽ പൂർത്തീകരിക്കും. ഇനി 2 ഇതോടെ കഴിഞ്ഞാൽ പിന്നെ 2 ഉണ്ട്. അത് നൽകുമെന്ന് നിയമസഭയിൽ പറഞ്ഞ ഉറപ്പാണല്ലോ. അത് ഈ എന്തായാലും അത് കമ്മിറ്റഡ് ആണ്, അത് നൽകുമെന്ന് മാത്രമല്ല, കൂടുതൽ ഈ ക്ഷേമ പെൻഷനല്ല, ഈ പ്രവർത്തനങ്ങളിലൊന്നും തടസ്സം വരാതെ കാര്യങ്ങൾ ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിക്കുമ്പം പ്ലാൻ കട്ട് ചെയ്യുമോ പ്രശ്നമാണോ എന്നൊക്കെ ഉള്ളത് നേരത്തെ അസംബ്ലിക്ക് ഇടയ്ക്കൊക്കെ ചോദിച്ചിരുന്നു. ഞാൻ അത് കഴിഞ്ഞും പറഞ്ഞു 110% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്പെൻഡിങ്. 110%-നകത്ത് പഴയ സ്പിൽ ഓവർ ഉൾപ്പെടെ. അപ്പം അങ്ങനെ പരമാവധി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കളക്റ്റീവായിട്ട് ഈ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ കിട്ടാനുള്ളത് വാങ്ങിച്ചെടുക്കാനുള്ള ശ്രമം വേണം എന്നുള്ളതാണ് പ്രശ്നം. ഇന്നിപ്പോൾ തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെന്റ് പോയത് വാർത്ത കണ്ടല്ലോ. തമിഴ്നാട് സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. അവരുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾക്ക് അൺനെസസറി കണ്ടീഷൻസ് വെക്കരുതെന്ന് പറഞ്ഞിട്ട്. ഈ ശമ്പളപരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിക്കുന്ന കാര്യം, ശമ്പളപരിഷ്കരണ കമ്മീഷന്റെ ഇതുവരെ അതിന്റെ ഒരു ആലോചന നടന്നില്ല. അങ്ങനെ ഫോർമലായിട്ട് ആലോചന നടന്നില്ല. നിങ്ങളുടെ തന്നെ ചോദ്യത്തിൽ തന്നെ ആ ഒരു സന്ദേശം ഉണ്ടല്ലോ. കാരണം ഒരു തുടർച്ചയുടെ സാധ്യതയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതും ഗവൺമെന്റിന്റെ ഈ സമീപനം കേരളത്തിന് വേണ്ടിയിട്ടാണ്. കേരളത്തിന് വേണ്ടിയിട്ട് LDF കാര്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ നടന്നു എന്നുള്ളതിന് ആർക്കും തർക്കമില്ല, കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ള തർക്കമില്ല. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ആളുകൾ കാണുന്നതാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞ തുടർച്ച തന്നെയാണ് ഈ ഗുണത്തിന്റെ കാരണം. സാധാരണഗതിയിൽ ആദ്യം ഒരു ഗവൺമെന്റ് വരും, അതിനെ 5 വർഷം കഴിയുമ്പോൾ അത് മാറ്റി മറിച്ചുമൊക്കെ വരും. അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ആദ്യ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് മുതൽ ഇങ്ങോട്ട് പത്രസമ്മേളനങ്ങൾക്കുള്ളവർക്ക് തന്നെ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതിന്റെ ഒരു എന്ന് പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഒരു തുടർച്ച എപ്പോഴും വളരെ പ്രധാനം തന്നെയാണ്. പ്രതിപക്ഷമാണ് സർക്കാരിനെക്കാളും കൂടുതൽ മാർക്കിൽ നിൽക്കുന്ന മിനിസ്റ്ററുടെ 4 വർഷക്കാലത്തിൽ മിനിസ്റ്റർ സ്വന്തം നിലയ്ക്ക് 100% മാർക്കിലാണ് നിൽക്കുന്നത്. ഞങ്ങളുടെയൊക്കെ മാർക്കിടേണ്ടത് ജനങ്ങളാണ്, നിങ്ങളുമാണ്. പക്ഷെ അതിനകത്ത് ഈ ഇൻട്രസ്റ്റഡ് മാർക്കിടലാവരുത്. ഈ മാർക്കിടുന്ന ജനങ്ങളാണ് എപ്പോഴും. ഞങ്ങൾ വിചാരിക്കുന്നത് ജനങ്ങൾ ന്യായമായ മാർക്കൊക്കെ ഈ ഗവൺമെന്റിന് തരുന്നുണ്ടെന്നാണ്. ഈ മാർക്കെന്ന് പറഞ്ഞാൽ പത്രങ്ങളിൽ വരുന്ന റാങ്കിങ് രീതിയോടെ വെച്ചല്ല ഞാൻ പറയുന്നത്. എന്നാലും LDF ഗവൺമെന്റിന് നല്ല മാർക്ക് അവർ കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രതിസന്ധികൾ ഏറ്റവും കൂടുതലുണ്ടെന്ന് പറഞ്ഞു. ഇതിൽ മന്ത്രിയുടെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ. ആശാവർക്കർമാർ 100 ദിവസത്തെ സമരമായി, അവരുടെ പൈസ ഓണറേറിയം അടക്കമുള്ള അവരുടെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അംഗൻവാടി ടീച്ചർമാരുടെ ഉണ്ട്, KSRTCയിലെ ജീവനക്കാരുടെ കാര്യം. ഈ 4 വർഷക്കാലത്ത് മന്ത്രി നേരിട്ട പ്രശ്നങ്ങളാണ്. ഇതിനെല്ലാം ഈ ഓവർകം ചെയ്തു എന്ന് പറയുമ്പോൾ ഇപ്പോഴും അവരെല്ലാം ആശങ്കയിലാണ്, സമരത്തിലാണ്. അവരെയൊക്കെ ഈ 5ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഉൾപ്പെടുത്താനുള്ള ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാവും. ഈ സമരങ്ങൾ ഏത് സമയത്തും ഉണ്ടാവാം. സമരങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതുമാണ്. സമരങ്ങളോടൊന്നും അനുഭാവമില്ലാത്ത നിലപാട് ഈ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഈ ആശാ വർക്കേഴ്സിന്റെ മേഖലയിൽ മാത്രമാണ് ഇപ്പോൾ ഈ സമരത്തിന്റെ കാര്യത്തിനകത്ത് അവർ ആ കാര്യത്തിനകത്ത് ഇപ്പോഴും നിങ്ങളിങ്ങനെ പറയുന്ന പോലെ പ്രശ്നം തീർന്നിട്ടില്ല എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ആശാ വർക്കേഴ്സിനുൾപ്പെടെ അവരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചിട്ടുള്ള സർക്കാരാണ് ഈ സർക്കാരും 1ാം പിണറായി സർക്കാരും. ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യാത്തതുകൊണ്ടാണ് 1500 രൂപയാണ് ശരാശരി ഇന്ത്യയിൽ പൊതുവെ അവർക്കുള്ളത്. ഇവിടെ അങ്ങനല്ല. 7000 പിന്നെ മറ്റ് അലവൻസുകളെല്ലാം കൂടെ വരുമ്പോൾ 13000 രൂപ കിട്ടുന്നുണ്ട്. ആശാ വർക്കേഴ്സിന്റെ ശമ്പളം ഉൾപ്പെടെ സ്കീം വർക്കേഴ്സിന്റെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന അഭിപ്രായമാണ് ഇടതുപക്ഷ ഗവൺമെന്റിനുള്ളത്. അതിന്റെ ഭാഗമായി ഞാൻ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ വിളിച്ച പ്രീ ബഡ്ജറ്റ് മീറ്റിംഗിൽ വളരെ തയ്യാറാക്കി ഇവിടുന്ന് കൊടുത്ത 10ഓ 16ഓ വരുന്ന ഡിമാൻഡുകളിൽ ഒന്നായിട്ട് ഈ സ്കീം വർക്കേഴ്സിന്റെ പണം 12 വർഷമായി കേന്ദ്രം നിശ്ചയിച്ചിട്ട് വർദ്ധിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കഴിഞ്ഞ മീറ്റിംഗിനും ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ കർണാടക ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകൾ ഇതേ ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചു. അതിനും മുമ്പത്തെ മീറ്റിംഗിലും മറ്റ് സ്റ്റേറ്റുകളും ഉണ്ടേ. ഇപ്പം രാജസ്ഥാൻ ഉണ്ടായിരുന്നു, അങ്ങനെ പല സ്റ്റേറ്റുകളും വ്യക്തിപരമായി അവർ പറയാറുണ്ട്.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അവിടുന്ന് കിട്ടുന്ന പണം ഈ പറഞ്ഞതന്നെ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. സ്കീം വർക്കേഴ്സിന്റെ പല മേഖലയിലുള്ള സ്കീം വർക്കേഴ്സിനും നമ്മൾ എന്നാലും ഇടയ്ക്ക് നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെ KSRTCയുടെ കാര്യം പറഞ്ഞല്ലോ. KSRTCയിൽ ഇപ്പം ശമ്പളം കൃത്യമായി കൊടുക്കുന്നൊരവസ്ഥയുണ്ട്. ശമ്പളം കൊടുക്കുന്നതിനകത്ത് ആകെ ഒരു മാസം 80 കോടി രൂപയാണ് KSRTCക്ക് വേണ്ടത്. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ശമ്പളത്തിന് സഹായം കൊടുക്കേണ്ടി വന്നത് രണ്ടാം പിണറായി സർക്കാർ. അതിനുമുമ്പ് ശമ്പളത്തിന് സഹായം കൊടുക്കേണ്ടി വന്നിരുന്നില്ല. 10,000 കോടിയോളമാണ് സർക്കാർ. അതിനുമുമ്പ് ശമ്പളത്തിന് കൊടുക്കേണ്ടി വന്നില്ല. കോവിഡ് വന്ന സമയത്ത് അത് ശമ്പളം അത് കോവിഡ് വേറൊരു സാഹചര്യമാണല്ലോ. കോവിഡ് സാഹചര്യം എല്ലാം അടച്ചുപൂട്ടിയിരുന്നപ്പോൾ കൊടുത്ത സഹായമാണ്. അതിനു മുമ്പ് പെൻഷന് സഹായം കൊടുത്തിരുന്നു. കോവിഡ് വന്ന സമയത്ത് ഒരു സബ്സിസ്റ്റൻസിന് വേണ്ടി കൊടുത്തതാണ്. ഇപ്പോൾ അതിനുശേഷം അത് പെർഫോമൻസ് നന്നാവണം ഈ സ്ഥാപനങ്ങളൊക്കെ ഉള്ളതെന്ന് എനിക്ക് അത് സംശയമില്ല. കാരണം പെർഫോമൻസ് നന്നായേ പറ്റും, അല്ലെങ്കിൽ ഈ സ്ഥാപനമൊന്നും അങ്ങനെ നിൽക്കില്ല. പക്ഷെ നമ്മളിപ്പോൾ ഒരു മാസം 50 കോടി രൂപ ആ കോവിഡ് സമയത്ത് അത് കൊടുത്തതുകൊണ്ട്, ആ കോവിഡ് കഴിഞ്ഞ് വണ്ടി ഓടാത്തപ്പോഴാണ്. വണ്ടി ഓടാത്തപ്പോൾ KSRTCയിൽ അവർക്ക് എന്തെങ്കിലും റവന്യൂ കിട്ടത്തില്ല, വണ്ടി ഓടാൻ പറ്റത്തില്ല, വണ്ടിയെ കയറാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സമയത്ത് അവർക്ക് കൊടുത്തതാണ്. അതിനുശേഷം വന്നപ്പം ശമ്പളം നമ്മൾ 50 കോടി കൊടുക്കുന്നുണ്ട്. 80 കോടിയിൽ പെൻഷൻ പൂർണ്ണമായി കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ KSRTCക്ക് ഒരിക്കലും കിട്ടിയിരുന്നില്ല. KSRTC ജീവനക്കാരുടെ തൊഴിലാളികളോട് നിങ്ങൾ ചോദിച്ചാൽ അത് മനസ്സിലാവും. മറ്റെല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതെല്ലാം ഈ ഇത്രയും ഭീമമായ വെട്ടിക്കുറവ് വരുന്ന സമയത്ത് ഇതെല്ലാം നിർത്തുകയല്ല ചെയ്ത് ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, പത്രപ്രവർത്തകരുടെ മേഖലയായതുകൊണ്ട് ഞാൻ പറയില്ല, പത്രപ്രവർത്തകർ ഉൾപ്പെടെ നേരിടുന്ന പ്രശ്നമാണ് പത്രങ്ങൾ, മീഡിയ. അതിന് കഴിഞ്ഞ ബഡ്ജറ്റിലും പറഞ്ഞു, ഈ ബഡ്ജറ്റിൽ ഞാൻ പറഞ്ഞു, പത്രങ്ങൾക്ക് പഴയ കുടിശ്ശിക കൊടുക്കാൻ വേണ്ടി ബഡ്ജറ്റിന്റെ പുറത്ത് കുറച്ച് പണം വെച്ചു. ബഡ്ജറ്റ് സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ട്. ഈ മേഖലയിലൊക്കെ പിന്തുണ കൊടുക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ ഇതേ സമീപനമല്ല കേന്ദ്ര സർക്കാർ ഇതിനൊക്കെ കാണിക്കുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ഇവരുടെ എല്ലാം കാര്യത്തിനകത്ത് അനുഭാവപൂർവമായ നിലപാടാണ് നമ്മൾ കോൺട്രാക്ട് ജീവനക്കാർക്കുൾപ്പെടെ, കരാർ തൊഴിലാളികളും ധാരാളമുണ്ട്, അവർക്കുൾപ്പെടെ വർദ്ധിപ്പിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചത്. അതിനകത്ത് യാതൊരു ഒരു അത്തരം ആളുകളോടുള്ള താല്പര്യത്തിന് യാതൊരു കുറവുമില്ല. അവരെല്ലാം കൊടുക്കണം. പക്ഷെ കേന്ദ്രം 12 വർഷമായിട്ടൊന്നും തൊടാൻ തയ്യാറായിട്ടില്ല. അതിനുകൂടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇടതുപക്ഷ സർക്കാർ ആയതുകൊണ്ടാണ് ഇതൊക്കെ കൊടുക്കുന്നതെന്ന് ഞാൻ ഇടതുപക്ഷക്കാരനായതുകൊണ്ട് മാത്രം പറയുന്നതല്ല. നിങ്ങൾ ഇന്ത്യയിലെ ആകെ സ്ഥിതി നോക്ക്. PSC അപ്പോയിന്റ്മെന്റ് ഇപ്പോഴും ചെറുപ്പക്കാർ ധാരാളം വരുന്നുണ്ട്. കുറേ PSC പോസ്റ്റുകളിൽ പോലും ചെറുതായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, അഡീഷണൽ ഉണ്ടാക്കേണ്ടി വരുന്നുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ നേരെ പകുതിയായി PSC പോസ്റ്റുകൾ, കുറച്ച് അപ്പോയിന്റ്മെന്റ് ഇല്ല. ഇടതുപക്ഷം ഉള്ളത് കൊണ്ടാണ് ഇത്രയും കാര്യം ഞാൻ നടക്കുന്നതെന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ 3 ഇടതുപക്ഷ സർക്കാരുകളായിരുന്നുണ്ട്. 1 ബംഗാൾ, 2 ത്രിപുര, 3 കേരളം. കേരളത്തിൽ ഇടയ്ക്കിടയ്ക്കായിരുന്നു ഗവൺമെന്റ് വരുന്നത്, മറ്റേത് കണ്ടിന്യൂസ് ഭരിച്ചുകൊണ്ടിരുന്നതാണ്. ബംഗാളിലെ ഗവൺമെന്റും ത്രിപുരയിലെ ഗവൺമെന്റും പോയി. അവിടെ ഈ എല്ലാ തീവ്ര വലതുപക്ഷവും തീവ്ര ഇടതുപക്ഷവും ഒക്കെ ചേർന്നാണ് സമരം നടത്തിയത്. സിംഗൂരിൽ ഇവിടെ സമരം നടത്തുന്ന പലരും അവിടെ ഉണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയും BJPയും തുടങ്ങി SUCI വരെയുള്ള സംഘടനകളെല്ലാം ചേർന്ന് നക്സൽ സംഘടനകൾ അൾട്രാ ലെഫ്റ്റ് ഒക്കെ നടത്തി. ഇപ്പൊ അവിടുത്തെ സ്ഥിതി എന്താ? അവിടെ ഇടതുപക്ഷത്തിന്റെ ഭരണം പോയി. ആകെ ഉണ്ടായിരുന്ന 22,000 21,000 സ്കൂളിലെ 8,000 സ്കൂൾ അടച്ചുപൂട്ടി. PSC വഴി അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞ 10 വർഷമായിട്ട് 12 വർഷമായിട്ട് നടത്തുന്നില്ല. ആകെ 10,000 പേരിലെങ്ങാണ്ട് അടുത്ത എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇടതുപക്ഷത്തിന്റെ ഒരു ഗവൺമെന്റിനെ നിലനിർത്തുക എന്ന് പറയുന്നത്, ഇടതുപക്ഷത്തിന്റെ ഈ പൊതു സമീപനം, സാധാരണഗതിയിൽ എല്ലാവരുടെയുള്ള താല്പര്യമുള്ള സമീപനം നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം നല്ലതുപോലെ ഉള്ളതുകൊണ്ടാണ് ഇതിനെ ഒക്കെ നേരിട്ടിട്ട് നമ്മൾ നിലനിൽക്കാൻ ശ്രമിക്കുന്നത്. ബംഗാളും ത്രിപുരയും നമ്മുടെ മുന്നിൽ അനുഭവമുണ്ട്. അവിടെ മുഴുവൻ പബ്ലിക് സർവീസുകളും മുഴുവൻ മേഖലയും തകർക്കുന്ന തരത്തിലേക്ക് അവിടുത്തെ ഗവൺമെന്റുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ, ഈ ആശാ സഹോദരിമാരുൾപ്പെടെയുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ കൃത്യമായി സംരക്ഷിക്കുന്ന നിലപാട് ഉള്ള സർക്കാർ തന്നെയാണ് ഈ സർക്കാർ. ആശമാരുടെ ഓണറേറിയത്തിനൊന്നും യാതൊരു തർക്കവുമില്ല. ബന്ധപ്പെട്ട ഭരണവകുപ്പിൽ നിന്ന് ആ പേപ്പർ വന്നാൽ വിതിൻ ഡേയ്സ് അത് കൊടുക്കും. അതിന് തർക്കമേ ഇല്ല. ഫണ്ടിന്റെ ഒന്നും പ്രശ്നം അതിലില്ല. ആശാ വർക്കേഴ്സിന്റെ അതിനകത്തില്ല. പിന്നെ അതുപോലുള്ള ചില മേഖലകളുണ്ട് നമ്മുടെ ഈ സ്കീം വർക്കേഴ്സിനൊന്നുമില്ല. പക്ഷെ അവരുടെ എല്ലാം പേയ്മെന്റിന് ഇപ്പോൾ ഓരോ മാസത്തെയും കണക്ക് അറ്റൻഡൻസ് ഒക്കെ എടുത്തിട്ട് വരുന്നൊരു രീതിയാണ് അവർക്കുള്ളത്. അതാണ് ആ സിസ്റ്റം അവരുടെ. ഇപ്പം നാഷണൽ സേവിങ്സ് പോലെയൊക്കെയുള്ള ഏജന്റുമാരുണ്ട്, അവർക്കും ഈ കണക്കെടുത്തിട്ട് വരേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ അവിടുന്ന് ഫയൽ വന്നാൽ ഇവിടെ പെട്ടെന്ന് തന്നെയാണ് അത് ക്ലിയർ ചെയ്യുന്നത്, തടസ്സമില്ല. പിന്നെ ചില മേഖലകളിലുണ്ട്, ഇപ്പോൾ 2 വർഷമായിട്ട് 1.5 വർഷമായിട്ട് പണം തരുന്നില്ല SSKക്ക് ഡയറ്റിന് 1000 ചില. അതാണ് ഇന്ന് തമിഴ്നാട് പോയേക്കുന്നത്. 2,000 കോടി അവർക്ക് കിട്ടാനുള്ളത് കൊടുക്കണം, ഇന്ന കണ്ടീഷൻ ഒപ്പിട്ടാലേ PMC ഒപ്പിട്ടാലേ കൊടുക്കൂ. ഇതുപോലുള്ള മേഖലയിൽ പണം തരുന്നേ ഇല്ല. നമ്മളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. 10,000-15,000 ടീച്ചേഴ്സ് ഉണ്ട് ആ മേഖലയിൽ, തരുന്നതേ ഇല്ല. ഈ തരത്തിലുള്ള ഇതിന് നല്ല വേറൊരു പ്രതിസന്ധിയാണ്. ഇതിപ്പോൾ ആശാ വർക്കേഴ്സിന്റെ ഒക്കെ വരുന്നത് നോക്കിയിട്ടല്ല, നമ്മൾ പണം കൊടുക്കാത്ത, പണത്തിന്റെ പ്രശ്നമേ ഇല്ല അതിന്.
അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കൊടുക്കും. അതിന് തർക്കമുള്ള കാര്യമല്ല. അല്ല, അവർക്ക് ഈ ഓരോ പ്രാവശ്യം എനിക്ക് തോന്നുന്നു അവരുടെ ഓരോ സ്ഥലത്തുനിന്ന് റിപ്പോർട്ട് വരണം. അവർ വർക്ക് ചെയ്യുന്നത് കാൽക്കുലേഷൻ ഉണ്ട്. ആ റിപ്പോർട്ട് വന്നാൽ അത് ഭരണവകുപ്പിൽ നിന്നാണ്. ഈ എല്ലാ അവസാനം ധനകാര്യ വകുപ്പിൽ വന്നു കഴിഞ്ഞാൽ അക്കാര്യത്തിനകത്തൊക്കെ വൻ തുകകളാണെങ്കിലാണ് പ്രശ്നം വരിക. ഇത് ഈ പ്രശ്നത്തിനൊന്നും ഇപ്പം ബുദ്ധിമുട്ട് വരുന്ന പ്രശ്നമില്ല. അത് ഞാൻ 100% പിന്നെ അഷ്വർ ചെയ്യുന്നതാണ്. അതിനകത്തൊന്നും ഒരു തടസ്സവും ഇല്ല. ടെക്നിക്കൽ കാര്യമുള്ളൂ. എനിക്കതിന്റെ എന്തൊക്കെ ലെവലിലാണ് ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞ് എനിക്ക് അറിഞ്ഞുകൂടാ. ഇല്ല, അങ്ങനത്തെ ഒരു കാര്യത്തിലൊക്കെ എന്റെ അറിവിലില്ല. പക്ഷെ നേരത്തെ തന്നെ നമ്മളാണ് കേസിന് പോയത്. നമ്മൾ ഇതിനല്ല, ആദ്യത്തെ സുപ്രീം കോടതി കേസിന് പോയി. നമ്മൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഭരണഘടനാ പ്രശ്നം ഭരണഘടനാ ബെഞ്ചിന് വിട്ടിട്ടുണ്ട്. രണ്ടാമത് ചില പ്രശ്നങ്ങളെ പറ്റി തമിഴ്നാട് പോയി, കർണാടകം പോയി. അതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നു. ഇതിനകത്ത് കേസ് പോകുന്ന ജോയിന്റ് ആയിട്ട് കേസ് പോകുന്നതല്ല, ജോയിന്റ് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. കേസ് സാധാരണഗതിയിൽ അതത് സ്റ്റേറ്റുകൾ, അല്ലാതെ ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്സ് എന്ന് സാധാരണ പോകാറില്ല. പക്ഷെ സ്റ്റേറ്റുകൾ എന്ന നിലയിൽ സ്റ്റേറ്റുകളുടെ കാര്യം പറയും. കേസിന്റെ കാര്യം എന്തൊക്കെയാണ് ആലോചിച്ചെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ സമാന സ്വഭാവമുള്ള സ്റ്റേറ്റുകളുമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അതിന് ചില കൺവെൻഷൻസ്, യോഗങ്ങളൊക്കെ നടന്നിരുന്നല്ലോ. ഇത് മാത്രമല്ല, ഹയർ എഡ്യൂക്കേഷന്റെ കാര്യത്തിനകത്ത് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്ട്രി മുൻകൈ എടുത്തിട്ട് കേരളത്തിലും മറ്റ് മിനിസ്റ്റേഴ്സ് വന്നിരുന്നു. മറ്റ് സ്റ്റേറ്റുകളിൽ നമ്മുടെ മിനിസ്റ്റേഴ്സ് പോയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ കളക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ സംസ്ഥാനങ്ങളുടെ A മുതൽ Z വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറയാം എന്ന് പറയുന്ന കേന്ദ്രത്തിന്റെ നിലപാട് ശരിയല്ല. അതിന് തർക്കമൊന്നുമില്ല. കാരണം ഓരോ സ്റ്റേറ്റിനും അവരുടേതായ വ്യത്യാസമുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ വേണമെന്നുള്ള സമീപനം തന്നെയാണ് നമുക്കുള്ളത്.